അതെല്ലാം ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി 20-20 സീറ്റും നേടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. കാവൽക്കാരൻ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ഈ വാഹനത്തിന് പിന്നാലെ തുറന്ന വാഹനത്തിൽ നിറഞ്ഞ പുഞ്ചിരിയുമായി ഇതാ കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ. ഈ പ്രചരണ വാഹനം മുൻപോട്ടേക്ക് പോകുവാൻ കരുതലും കരുണയും പകരുമീ സഹജരും പുതിയ ചരിതമെഴുതി ഇവിടെ വിജയ തിലകമണിയണം.
എറണാകുളത്തെ വാശിയേറിയ കലാശക്കൊട്ടിൽ ഹൈബീഡിനൊപ്പം സിനിമാ താരങ്ങളായ രമേശ് പിഷാരടിയും ധർമ്മജനും എത്തിയിരിക്കുകയാണ്. കാണികൾ ആവേശഭരിതരാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ടൗൺ ഹാളിന് മുന്നിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈബീഡിനൊപ്പം കാണികളെ അഭിവാദ്യം ചെയ്യുവാൻ രമേശ് പിഷാരടിയും ധർമ്മജനും അവർ അടിയുറച്ച് വിശ്വസിക്കുന്ന കോൺഗ്രസിനൊപ്പം ഹൈബീഡിനൊപ്പമുണ്ട്. വോട്ടർമാർക്കൊപ്പം സെൽഫി എടുത്തും ആടിത്തിമിർത്തും ഹൈബീഡിനൊപ്പം രമേശ് പിഷാരടിയും ധർമ്മജനും അരങ്ങു തകർക്കുന്ന കാഴ്ച. ചെണ്ടമേളം ആർത്തിരമ്പുമ്പോൾ അതിന് താളം പിടിച്ച് രമേശ് പിഷാരടി, ഹൈബീഡ്, ധർമ്മജൻ എറണാകുളത്ത് വീണ്ടും ചരിത്ര വിജയം നേടുമെന്ന് ഈ ഒരു ജനസാഗരം സാക്ഷിയാക്കി കോൺഗ്രസ് വീണ്ടും വീണ്ടും അടിവരയിടുന്നു. ഇതാ ധർമ്മജൻ ചെണ്ട കൊട്ടി വോട്ടർമാരെ കയ്യിലെടുക്കുന്ന കാഴ്ച. കാണികളെ ആവേശത്തിലാക്കി ധർമ്മജൻ ചെണ്ട കൊട്ടി ഹൈബീഡിന് വേണ്ടി പ്രചരണം നടത്തുകയാണ്. ഒപ്പം താളം പിടിച്ച് മലയാളികളുടെ പ്രിയ താരം രമേശ് പിഷാരടിയും. കലാശക്കൊട്ട് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഹൈബീഡിനൊപ്പം
ശ്രീ ധർമ്മജനും രമേശ് പിഷാരടിയും ഒരുമിച്ച് കാണികളെ ആവേശത്തിലാഴ്ത്തുന്ന മനോഹരമായ കാഴ്ച. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ജനസാഗരമാണ് കോൺഗ്രസിന്റെ കലാശക്കൊട്ടിൽ കാണാൻ കഴിയുന്നത്. വോട്ടർമാരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ധർമ്മജൻ ചെണ്ടകൊട്ടിയും രമേശ് പിഷാരടി കൈകൊട്ടിയും എല്ലാവർക്കും ആവേശം പകരുകയാണ്. മലയാള സിനിമയിലെ 2 കോൺഗ്രസ് അനുഭാവികളാണ് രമേശ് പിഷാരടിയും ധർമ്മജനും. ഇപ്പോൾ അവർ നേരിട്ട് തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഹൈബീഡിന് വേണ്ടി എറണാകുളം മണ്ഡലത്തിലെ കലാശക്കൊട്ടിലെത്തിയിരിക്കുകയാണ്. ഹൈബി കഴിഞ്ഞ തവണ സ്വന്തം പിതാവിൻ്റെ റെക്കോർഡ് തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് എറണാകുളത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചത്. ഇത്തവണ ആ റെക്കോർഡും തിരുത്തിക്കുറിക്കുമെന്നാണ് എല്ലാ ജനങ്ങളും ഒന്നടങ്കം പറയുന്നത്. ഹൈബി ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഹൈബി കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് തിരുത്തിക്കുറിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ടോ? ഒരു ജനങ്ങൾ വലിയ ആത്മവിശ്വാസമാണ് ഈ ക്യാമ്പയിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. തീരദേശ മേഖലയാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും സിറ്റി ഏരിയ ആണെങ്കിലും ജനങ്ങൾ വലിയ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് തരുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ചരിത്ര വിജയമാണ്. എറണാകുളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും 18ാം ലോക്സഭയിലേക്ക് ഉണ്ടാവുന്നത്. കേരള സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെടുത്തായിരിക്കും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ജനങ്ങൾ വളരെ പ്രകടമായി അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അനുകൂലമായി അവർ തുറന്നു പറയാൻ മടി കാട്ടുന്നില്ല. അതെല്ലാം ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കാരണമാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇപ്പോൾ അവസാനഘട്ട കലാശക്കൊട്ടും കഴിഞ്ഞപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി 20 സീറ്റും നേടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. ഓക്കെ, എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. കലാശക്കൊട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ? ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ആവേശോജ്വലമായ മുന്നേറ്റമാണ് UDF എറണാകുളം നിയോജകമണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യം 1,69,000 വോട്ടിനാണ് ജയിച്ചത്. അതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ റെക്കോർഡ് തിരുത്തി കുറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇപ്പോ ഈ കാണുന്ന ജനസാഗരം ഇപ്പോഴത്തെ ഗവൺമെന്റിനെതിരെയുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരായും കേന്ദ്ര ഗവൺമെന്റിന്റെ വർഗീയ ഫാസിസ്റ്റ് നയത്തിനെതിരായി കേരളത്തിലെ ജനങ്ങളും പ്രത്യേകിച്ച് എറണാകുളത്തെ ജനങ്ങളും വിധി എഴുതുമെന്നതിന് തെളിവാണ് ഈ. കേരളത്തിൽ മൊത്തത്തിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണോ? ഞങ്ങൾ 2020 അടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ചേട്ടാ, എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ കലാശക്കൊട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ആര് ജയിക്കും എന്ന് ചോദിക്കുന്നില്ല, എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കും ഹൈബി? 2 ലക്ഷത്തിന് മുകളിലായിരിക്കും ഹൈബിയുടെ ഭൂരിപക്ഷം. ഉറപ്പാണോ? ഉറപ്പായിട്ട്. കഴിഞ്ഞ വട്ടം അദ്ദേഹത്തിന്റെ പിതാവ് ഈഡൻ സൃഷ്ടിച്ച റെക്കോർഡാണ് തിരുത്തിക്കുറിച്ചത്. അതിന്റെ മുകളിലായിരിക്കും ഇത്തവണത്തെ ഭൂരിപക്ഷം. ഇത്തവണ ആ തിരുത്തിക്കുറിച്ച റെക്കോർഡ് തിരുത്തിക്കുറിക്കുന്ന മറികടക്കും. ഉറപ്പാണ്? ഉറപ്പായിട്ടും. ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ടോ കേരളത്തിൽ? 100% ഉണ്ടല്ലോ. ഇന്ത്യയിലോ? ഇന്ത്യയിൽ ഇത്തവണ തിരിച്ചു പിടിക്കും. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. 100% ഉറപ്പാണ്? 100%.